Hi students, this is your chemistry second class. Okay, let's start. Last class we already discussed about matter and also its properties. Then all matter is made up of tiny particles, etc. Isn't it? Today we are going to discuss about the arrangement of these particles in different states of matter. നമുക്കറിയാം three physical states of matter: solid, liquid and gas. There are tiny particles in each state of matter. അല്ലേ? എല്ലാ സ്റ്റേറ്റ് ഓഫ് മാറ്ററിലും സോളിഡ്, ലിക്വിഡ്, ഗ്യാസിലെല്ലാം നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു? ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആ ടൈനി പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ എന്നാണ് നമ്മളിനി ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്? ഈ ടൈനി പാർട്ടിക്കിൾസ് പറഞ്ഞാൽ ഓരോ സബ്സ്റ്റൻസിലും ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ മോളിക്യൂൾസ് ആറ്റംസ് എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്നാണ് നമ്മൾ പറയണത്. ഓക്കെ, അതിന് ആദ്യം നമുക്ക് സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ലി ആയിട്ടായിരിക്കും. ഇതാണ് സോളിഡ്. ഏത് സോളിഡ് സബ്സ്റ്റൻസിലും ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും അതിലത്തെ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി ലിക്വിഡിലാകുമ്പോൾ കുറച്ച് ഫാർ പാർട്ടായിരിക്കും പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കണം. ഇനി ഗ്യാസിലാവുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഓൾറെഡി അറിയണതാണ് അല്ലേ, വെരി ഫാർ അവേ ഫ്രം കമ്പയർഡ് ടു സോളിഡ്, ലിക്വിഡ്. ഓക്കെ, അതായത് പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. സോളിഡിൽ ആണെങ്കിൽ വെരി ക്ലോസ്ലി ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക, ടൈറ്റിലായിട്ടായിരിക്കും, റിജിഡ് എന്നൊക്കെ പറയാം, നമുക്ക് അറേഞ്ച് ആയിരിക്കും. അപ്പോൾ ഇവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലേ, ദർ ഇസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇൻ സോളിഡ്. അതർവൈസ് ലിക്വിഡിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചും കൂടി സോളിഡിനെക്കാളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്. മൂവ്മെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ലൂസ്ലി അല്ലേ പാക്ക്ഡ് ചെയ്തിരിക്കണം. ഇനി ഗ്യാസിലാകുമ്പോൾ എങ്ങനെയാണ്? വെരി ഫാർ അവേ ആണ്. അപ്പോൾ അവർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ, ഇൻക്രീസ് ആയിരിക്കും. നമുക്ക് ഒരു കുറച്ച് പ്രോപ്പർട്ടീസ്, അതായത് നമ്മൾക്കിതിൽ എങ്ങനെയാണ് ഇതിൽ ഇവർ റിലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. എനർജി ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഞാൻ പാർട്ടിക്കിൾസിന് എഴുതണില്ല. എനർജി ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും എന്ന് ഡിസ്കസ് ചെയ്യാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ എങ്ങനെയായിരിക്കും. ഇനി ഫസ്റ്റ് പോയിന്റ് ഇത് ഡിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾ, ദെൻ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി അട്രാക്ഷൻ. ഈ 4 പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ ഇവരെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അല്ലേ. ഇവരുടെ ഈ പ്രോപ്പർട്ടീസ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനർജി എങ്ങനെയായിരിക്കും സോളിഡിൽ ഫസ്റ്റ് നോക്കാം. എനർജി ടൈറ്റിലല്ലേ ഇരിക്കണം. അപ്പോൾ അവർക്ക് എനർജി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഇൻക്രീസ് ആയിരിക്കുമോ ഡിക്രീസ് ആയിരിക്കുമോ? കുറവായിരിക്കും അല്ലേ. സോളിഡിൽ അവർക്ക് അനങ്ങാൻ പറ്റില്ല, കാരണം അവർക്ക് ഒരു തമ്മിൽ പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അവർക്ക് എനർജി കുറവായിരിക്കും, ഡിക്രീസ് ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് ആണെങ്കിലോ, ഡിസ്റ്റൻസും കുറവല്ലേ അവർക്ക്. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. ഇനി മൂവ്മെൻറ്റും എങ്ങനെയായിരിക്കും? ദർ ഇസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അവർക്ക് അനങ്ങാനേ പറ്റില്ല അല്ലേ. അപ്പം നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളൊരു ബെഞ്ചിൽ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അനങ്ങാനേ പറ്റില്ല. അതുതന്നെയാണ് സോളിഡത്തെ പാർട്ടിക്കിൾസിനും ഉണ്ടാകുക. അവർക്ക് തീരെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. ഇനി അട്രാക്ഷൻ പക്ഷെ അടുത്തടുത്തല്ലേ, അപ്പോൾ നല്ല അട്രാക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അട്രാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. സോളിഡിൽ എങ്ങനെയായിരിക്കും ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു സോളിഡ് എങ്ങനെയാണെന്ന് നമ്മൾക്ക് പറയണം. എനർജി ആണെങ്കിൽ എനർജി കുറവായിരിക്കും. ക്ലോസിലായിട്ട് പാക്ക് ചെയ്യുമ്പോൾ എനർജി കുറവായിരിക്കും, ഡിക്രീസ് ആയി. ഡിസ്റ്റൻസ് ആൾസോ ഡിക്രീസസ്. മൂവ്മെൻറ്റ്, ദർ ഇസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഡിക്രീസസ്. അട്രാക്ഷൻ ഇൻക്രീസസ്. അട്രാക്ഷൻ വെരി അട്രാക്ഷൻ ക്ലോസ് ടു ഈച്ച് അതർ അല്ലേ, അപ്പോൾ വെരി അട്രാക്ഷൻ ആയിരിക്കും, അപ്പോൾ അവർക്ക് ഇൻക്രീസസ്. ഇനി
ലിക്വിഡിൽ എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യുക? എനർജി സോളിഡിനേക്കാളും കുറച്ചും കൂടി എനർജി കൂടുതലല്ലേ? കാരണം എന്താണ്? കുറച്ച് ലൂസ്ലി പാക്ക്ഡ് ആണ്. കമ്പയർ ടു ലിക്വിഡ് സോളിഡ് കമ്പയർ ടു സോളിഡ് ലിക്വിഡ് ഹാസ് ക്ലോസ്ലി പാക്ഡ് പാർട്ടിക്കിൾസ്. കുറച്ചും കൂടി ഫാർ അവേ ആണ്. അപ്പോൾ എന്താണ്? എനർജി എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി ഇൻക്രീസ് ആയിരിക്കും. സോളിഡിനേക്കാളും ഇൻക്രീസ് ആയിരിക്കും. ഡിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. മൂവ്മെൻറ്റോ ദർ ഇസ് എ ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അല്ലേ? പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ എന്താണ്? കുറച്ച് ഇതിനേക്കാളും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. ഇനി അട്രാക്ഷൻ കുറവല്ലേ ഉണ്ടാകുക? അട്രാക്ഷൻ ഡിക്രീസസ് അല്ലേ? ഇവർക്ക് അത്രയും ക്ലോസ് ആയിട്ടായിരിക്കും. ഇതിൽ ക്ലോസ്ലി അല്ല, കുറച്ചും കൂടി ലൂസ്ലി പാക്ക്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അട്രാക്ഷൻ ഇൻക്രീസ് ആയിരിക്കും. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഗ്യാസ്. ഗ്യാസിൽ അപ്പോൾ സോളിഡിൽ ലിക്വിഡിനും കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തോന്നുക? എനർജി എങ്ങനെയായിരിക്കും? വെരി ഫാർ അവേ ദാൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. സോ എനർജി ഇൻക്രീസസ്. വെരി ഫാർ അവേ പോകുമ്പോൾ എനർജി ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. ദെൻ മൂവ്മെൻറ്റും വെരി ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അല്ലേ? നല്ല ഡിസ്റ്റൻസ് ആണ് അവർ തമ്മിൽ ഉണ്ടാകുക. ഒരു പാർട്ടിക്കിൾ തമ്മിൽ നെക്സ്റ്റ് പാർട്ടിക്കിളിലേക്ക് എന്താ ചെയ്യുക? അട്രാക്ഷൻ ഒക്കെ എല്ലാം കുറവല്ലേ? അപ്പോൾ അവർക്ക് ഫ്രീഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും നീങ്ങിയിരിക്കാൻ പറ്റും. നമ്മൾക്കറിയാമല്ലേ, നമ്മളൊരു ബെഞ്ചിലിപ്പോൾ നല്ല ടൈറ്റിൽ ഒരു ബെഞ്ചിൽ നമ്മൾ 7 പേര് 8 പേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് സോളിഡിൽ നമ്മൾക്ക് ഫീൽ ചെയ്യുക. പിന്നെ അത് 4 ആകുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്. അതിൽ 1 2 പേരാകുമ്പോൾ എന്താവും? നല്ല ഫ്രീ ആയിരിക്കും, ഫ്രീ ഓഫ് മൂവ്മെൻറ്റ് അല്ലേ? അപ്പോൾ അട്രാക്ഷനും എന്തായിരിക്കും? കുറവല്ലേ ആകുക? ദൂരെ അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? അട്രാക്ഷൻ ഡിക്രീസസ്. അപ്പോൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ സോളിഡ് ലിക്വിഡ് ഗ്യാസിൽ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ്? ഫസ്റ്റ് എനർജി സോളിഡിൽ കുറവായിരിക്കും. ഡിസ്റ്റൻസ് ആൾസോ ഡിക്രീസസ്. മൂവ്മെൻറ്റ് ദർ ഇസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അട്രാക്ഷൻ ഇൻക്രീസസ്. ദെൻ ലിക്വിഡിൽ എനർജി കമ്പയർ ടു സോളിഡ് little increases. Distance also increases. Movement little increases than solid. Attraction also decreases. കാരണം കുറച്ച് ദൂരമായതുകൊണ്ട്. ഇനി ഗ്യാസിൽ എങ്ങനെയാണ്? എനർജി ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ഇൻക്രീസസ്, മൂവ്മെൻറ്റ് ആൾസോ ഇൻക്രീസസ്, അട്രാക്ഷൻ ഡിക്രീസസ്. അട്രാക്ഷൻ അവിടെ ഡിക്രീസസ്, ബാക്കിയെല്ലാം നമ്മൾക്ക് ഇൻക്രീസ് ആയിരിക്കും. ഇതാണ് നമ്മളെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾക്ക്. ഇനി നമ്മൾ ഈ പാർട്ടിക്കിൾസിന് ഈ സ്റ്റേറ്റിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് വരില്ലേ, ഇവർ ചേഞ്ച് ചെയ്യുമ്പോൾ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, ദെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് അല്ലേ? ചേഞ്ച് ചെയ്യും, സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്യും. അതിന് മെയിൻ ഫാക്ടറായിട്ട് വരുന്നത്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് വരുന്നത് മെയിൻ ഫാക്ടർ കോസ് ചെയ്യണം, അവരെ സഹായിക്കണം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് സഹായിക്കണം ഹീറ്റാണ്. അതായത് ടെമ്പറേച്ചർ എന്നൊക്കെ പറയും, ഹീറ്റ്. അപ്പോൾ ഏത് എനർജിയാണ് നമ്മൾക്ക് റെസ്പോൺസിബിൾ ആകുക? ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആക്കണമെങ്കിൽ ഏത് എനർജിയാണ് നമുക്ക് റിക്വയർഡ് വേണ്ടത്? ഹീറ്റ് എനർജി അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ വെല്ലോൺ എക്സാമ്പിൾ അല്ലേ, വെല്ലോൺ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ അല്ലേ? വാട്ടറിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഏതാണ്? ഐസ് അല്ലേ? വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഐസാണ്. സോളിഡ് എന്ന് എഴുതാം. ഐസ് സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യാം. ഈ ഫ്ലോ ചാർട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡാഷ് ഇട്ടിട്ടൊക്കെ ചോദിക്കും. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സോളിഡിനെ ഹീറ്റ് ചെയ്ത് എന്താവും? ലിക്വിഡായി മാറും. ദെൻ ലിക്വിഡ് അഗെയിൻ ചേഞ്ചസ് ഇൻ ടു, ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസായി മാറും, ചേഞ്ച്. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ സോളിഡ് പറഞ്ഞാൽ ഐസ് ഹീറ്റ് ചെയ്താൽ വാട്ടർ ആവും. വെൻ വാട്ടർ ഈസ് അഗെയിൻ ഹീറ്റഡ് ടു സ്റ്റീമായി മാറും അല്ലേ? നമുക്കറിയാം. ഇനി ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യാം? റിവേഴ്സ് പ്രോസസ് ആക്കാം, കൂൾഡ് ആക്കാം. അഗെയിൻ ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? അത് ലിക്വിഡായി ചേഞ്ചസ് ആവും. ദെൻ ലിക്വിഡ് അഗെയിൻ കൂൾഡ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ? ഗ്യാസ് നമ്മൾ ഐസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താവും? ലിക്വിഡായി ചേഞ്ച് ആവും. ലിക്വിഡ് വാട്ടറിനെ നമ്മൾ അഗെയിൻ ഹീറ്റ് ചെയ്ത് സ്റ്റീം ആവും, ഗ്യാസായി മാറും. ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്താൽ നമുക്കറിയാം, നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ സ്റ്റീമിൻ്റെ മേലെ വന്ന് സ്റ്റീം. കുറച്ച് നേരം കഴിഞ്ഞാൽ ആ സ്റ്റീം നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഫുൾ അത് വാട്ടറായിട്ട് ഇതാകില്ലേ? തണുക്കുമ്പോൾ അതന്നെയാണ് ഗ്യാസ് കൂൾഡ് ആകുമ്പോൾ നമുക്ക് എന്തായി മാറും? ലിക്വിഡായി മാറും, വാട്ടറായി. ദെൻ ലിക്വിഡ് അഗെയിൻ കൂൾഡ്. നമ്മൾ ഐസ് ഫ്രീസറിൽ വെച്ച് വെള്ളം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? അത് ഐസ്. ഒന്നും കൂടെ കൂളാക്കുമ്പോൾ എന്തായി മാറും? ഐസ്. ഇതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മെയിൻ ഫാക്ടർ
Which factor is responsible for one state changes into another state? Heat energy. അല്ലേ? ഏത് എനർജിയാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്? ഹീറ്റ് എനർജി. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ് ടു അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോസസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത്? അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എനർജി ചേഞ്ചസ് ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ് ഡിസ്റ്റൻസ്, ഈ മൂവ്മെൻറ്റ്, നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് പഠിച്ചില്ലേ? മൂവ്മെൻറ്റ്, ഡിസ്റ്റൻസ്, അട്രാക്ഷൻ, അതുമാതിരി എനർജി. ഈ 4 ഫാക്ടേഴ്സ് വെച്ചിട്ടും സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, വാട്ട് ഹാപ്പൻസ് ടു ദ പാർട്ടിക്കിൾസ്, ആൻഡ് ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, വാട്ട് ഹാപ്പൻസ് ടു ദ പാർട്ടിക്കിൾസ്. അങ്ങനെ ഒരു ബോക്സ് ഉണ്ട്, അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ്, ഈ നമ്മൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് വെച്ചിട്ട് കുറച്ച് ഫിനോമിനൽസ് പഠിക്കാനുണ്ട്, കുറച്ച് പ്രോസസ്സുകൾ. അതിന് ഫസ്റ്റ്, ദ പ്രോസസ് ഇൻ വിച്ച്, ഫസ്റ്റ് പ്രോസസ്, ദ പ്രോസസ് ഇൻ വിച്ച് സോളിഡ് converts into liquid. Solid converts into liquid. This process is known as liquefaction. Solid convert to liquid. This process is known as liquefaction. Okay, solid convert, the process in which solid converts into liquid. ഹീറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അല്ലേ, ഹീറ്റ് ഈസ് solid liquid converts into liquid is known as liquefaction. The next process, liquid, the process in which heat energy apply ചെയ്യുമ്പോൾ നമുക്ക് liquid changes into again solid. That process is known as solidification. Solidification. Then third, solid changes into liquid is known as liquefaction. Liquid changes into back to solid is known as solidification. The next process നമുക്ക് അറിയണതാണ് liquid. Liquid heat energy നമ്മൾ process in which liquid changes into gas അല്ലെങ്കിൽ steam. നമുക്ക് പഠിച്ചിട്ടുണ്ട് evaporation അല്ലെങ്കിൽ vaporization. Vaporization. Liquid changes to gas is known as vaporization. Then again reverse position. Gas, the process in which gas changes into liquid is known as condensation. നമ്മൾ ചെറിയ ക്ലാസ്സിൽ vaporization condensation ഒക്കെ 5th ലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. Condensation. Clear ആയില്ലേ? The process in which heat energy is applied, solid converts into liquid is known as liquefaction. The process in which liquid changes into solid by applying heat is known as solidification. Then another process, liquid changes to gas known as vaporization. Then gas changes to liquid by applying heat is known as applying heat പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഡിക്രീസ് ആക്കണം അല്ലേ, തണുപ്പിക്കുമ്പോഴാണ് എന്ത് വരിക? കണ്ടൻസേഷൻ. എന്തായാലും അവിടെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്, ഹീറ്റ് എനർജി ഒന്നില്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് നമ്മൾ ഗ്യാസ്. Gas changes into solid. Gas changes into solid is known as solidification. രണ്ട് പ്രാവശ്യം നമ്മൾ പറയുന്നത് ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു സോളിഡും ലിക്വിഡ് ചേഞ്ചസ് ടു സോളിഡും സോളിഡിഫിക്കേഷൻ ആണ്. ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു സോളിഡും സോളിഡിഫിക്കേഷൻ ആണ്. ദ പ്രോസസ് in which gas changes into solid is known as solidification. ഇമ്പോർട്ടൻ്റ് ഒരു ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. സോളിഡ് ഡയറക്ട്ലി ചേഞ്ചസ് ഇൻ ടു gas. Solid directly changes into gas by applying heat is known as sublimation. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോസസ്സാണ് sublimation. The process in which the solid is directly changes into gas is known as sublimation. സബ്ലിമേഷൻ്റെ മെയിൻ എക്സാമ്പിൾസ് എപ്പോഴും എക്സാമിന് ചോദിക്കണതാണ്. ഏതാണ്? നാഫ്തലിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പാറ്റ ഗുളിക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിന് നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്യാസ് ആയിട്ട് മാറും. പിന്നെ ക്യാംഫർ, കർപ്പൂരം, മലയാളത്തിലൊക്കെയുള്ള കർപ്പൂരം എന്ന് പറയും, അതും അതേമാതിരി തന്നെ സബ്ലിമേഷൻ നടക്കുന്ന പ്രോസസ്സാണ്. പിന്നെ ഡ്രൈ ഐസ്, അയോഡിൻ പറയും, കെമിക്കലായിട്ടുള്ള അയോഡിൻ, അതൊക്കെ നമ്മൾ എന്താണ്? സോളിഡ് ഡയറക്ട്ലി ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്. നമ്മൾക്ക് അറിയാം സോളിഡ് ലിക്വിഡായി ഹീറ്റ് കൊടുക്കുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആണ്, അങ്ങനെയാണ് ശരിക്കും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. പക്ഷേ ഡയറക്ട്ലി ആയിട്ട് ചേഞ്ച് ചെയ്യണ ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക? സബ്ലിമേഷൻ. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. എക്സാമ്പിൾ എന്താണ്? നാഫ്തലിൻ, ഡ്രൈ ഐസ്, അയോഡിൻ. ഓക്കെ, അപ്പോൾ ലെറ്റ് us wind up today's class. Okay. Hi students. This is your chemistry second class. Okay, let's start. Last class we already discussed about matter and also its properties. Then all matter is made up of tiny particles, etc. Isn't it?
today we are going to discuss about the arrangement of these particles in different states of matter. നമുക്കറിയാം 3 physical states of matter: solid, liquid and gas. There are tiny particles in each state of matter. അല്ലേ? എല്ലാ സ്റ്റേറ്റ് ഓഫ് മാറ്ററിലും സോളിഡ്, ലിക്വിഡ്, ഗ്യാസിലെല്ലാം നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു? ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആ ടൈനി പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ എന്നാണ് നമ്മളിനി ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്. ഈ ടൈനി പാർട്ടിക്കിൾസ് പറഞ്ഞാൽ ഓരോ സബ്സ്റ്റൻസിലും ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ മോളിക്യൂൾസ് ആറ്റംസ് എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്നാണ് നമ്മൾ പറയണത്. ഓക്കെ, അതിന് ആദ്യം നമുക്ക് സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ലി ആയിട്ടായിരിക്കും. ഇതാണ് സോളിഡ്. ഏത് സോളിഡ് സബ്സ്റ്റൻസിലും ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും അതിലത്തെ പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി ലിക്വിഡിലാകുമ്പോൾ കുറച്ച് ഫാർ പാർട്ടായിരിക്കും പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കണം. ഇനി ഗ്യാസിലാവുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഓൾറെഡി അറിയണതാണ് അല്ലേ? വെരി ഫാർ അവേ ഫ്രം കമ്പയർഡ് ടു സോളിഡ്, ലിക്വിഡ്. ഓക്കെ, അതായത് പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. സോളിഡിൽ ആണെങ്കിൽ വെരി ക്ലോസ്ലി ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക, ടൈറ്റിലായിട്ടായിരിക്കും, റിജിഡ് എന്നൊക്കെ പറയാം, നമുക്ക് അറേഞ്ച് ആയിരിക്കും. അപ്പോൾ ഇവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ദർ ഈസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇൻ സോളിഡ്. അതർവൈസ് ലിക്വിഡിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചും കൂടി സോളിഡിനെക്കാളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്. മൂവ്മെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ലൂസ്ലി അല്ലേ പാക്ക്ഡ് ചെയ്തിരിക്കണം. ഇനി ഗ്യാസിലാകുമ്പോൾ എങ്ങനെയാണ്? വെരി ഫാർ അവേ ആണ്. അപ്പോൾ അവർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? ഇൻക്രീസ് ആയിരിക്കും. നമുക്ക് ഒരു കുറച്ച് പ്രോപ്പർട്ടീസ്, അതായത് നമ്മൾക്കിതിൽ എങ്ങനെയാണ് ഇതിൽ ഇവർ റിലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. എനർജി ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഞാൻ പാർട്ടിക്കിൾസിന് എഴുതണില്ല. എനർജി ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും എന്ന് ഡിസ്കസ് ചെയ്യാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ എങ്ങനെയായിരിക്കും. ഇനി ഫസ്റ്റ് പോയിന്റ് ഇത് ഡിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾ, ദെൻ മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി അട്രാക്ഷൻ. ഈ 4 പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ ഇവരെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അല്ലേ? ഇവരുടെ ഈ പ്രോപ്പർട്ടീസ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനർജി എങ്ങനെയായിരിക്കും സോളിഡിൽ? ഫസ്റ്റ് നോക്കാം. എനർജി ടൈറ്റിലല്ലേ ഇരിക്കണം. അപ്പോൾ അവർക്ക് എനർജി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ഇൻക്രീസ് ആയിരിക്കുമോ ഡിക്രീസ് ആയിരിക്കുമോ? കുറവായിരിക്കും അല്ലേ? സോളിഡിൽ അവർക്ക് അനങ്ങാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരു തമ്മിൽ പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അവർക്ക് എനർജി കുറവായിരിക്കും, ഡിക്രീസ് ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ് ആണെങ്കിലോ? ഡിസ്റ്റൻസും കുറവല്ലേ അവർക്ക്? 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. ഇനി മൂവ്മെൻറ്റും എങ്ങനെയായിരിക്കും? ദർ ഈസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അവർക്ക് അനങ്ങാനേ പറ്റില്ല അല്ലേ? ഇപ്പം നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളൊരു ബെഞ്ചിൽ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അനങ്ങാനേ പറ്റില്ല. അതുതന്നെയാണ് സോളിഡത്തെ പാർട്ടിക്കിൾസിനും ഉണ്ടാകുക. അവർക്ക് തീരെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. ഇനി അട്രാക്ഷൻ പക്ഷെ അടുത്തടുത്തല്ലേ? അപ്പോൾ നല്ല അട്രാക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ അട്രാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. സോളിഡിൽ എങ്ങനെയായിരിക്കും ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു സോളിഡ് എങ്ങനെയാണെന്ന് നമ്മൾക്ക് പറയണം. എനർജി ആണെങ്കിൽ എനർജി കുറവായിരിക്കും. ക്ലോസിലായിട്ട് പാക്ക് ചെയ്യുമ്പോൾ എനർജി കുറവായിരിക്കും, ഡിക്രീസ് ആയി. ഡിസ്റ്റൻസ് ആൾസോ ഡിക്രീസസ്. മൂവ്മെൻറ്റ്, ദർ ഇസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഡിക്രീസസ്. അട്രാക്ഷൻ ഇൻക്രീസസ്. അട്രാക്ഷൻ വെരി അട്രാക്ഷൻ ക്ലോസ് ടു ഈച്ച് അതർ അല്ലേ? അപ്പോൾ വെരി അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇൻക്രീസസ്. ഇനി ലിക്വിഡിൽ എങ്ങനെ കമ്പാരിസൺ ചെയ്യുക? എനർജി സോളിഡിനേക്കാളും കുറച്ചും കൂടി എനർജി കൂടുതലല്ലേ? കാരണം എന്താണ്? കുറച്ച് ലൂസ്ലി പാക്ക്ഡ് ആണ്. കമ്പയർ ടു ലിക്വിഡ്, സോളിഡ്
compared to solid, liquid has closely packed particles. കുറച്ചും കൂടി ഫാർ അവേ ആണ്. അപ്പോൾ എന്താണ് എനർജി എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി ഇൻക്രീസ് ആയിരിക്കും. സോളിഡിനെക്കാളും ഇൻക്രീസ് ആയിരിക്കും. ഡിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. മൂവ്മെൻറ്റോ ദർ ഇസ് എ ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അല്ലേ? പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ എന്താണ് കുറച്ച് ഇതിനേക്കാളും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. ഇനി അട്രാക്ഷൻ കുറവല്ലേ ഉണ്ടാകുക? അട്രാക്ഷൻ ഡിക്രീസസ് അല്ലേ? ഇവർക്ക് അത്രയും ക്ലോസ് ആയിട്ടായിരിക്കും. ഇതിൽ ക്ലോസ്ലി അല്ല, കുറച്ചും കൂടി ലൂസ്ലി പാക്ക്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അട്രാക്ഷൻ ഇൻക്രീസ് ആയിരിക്കും. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഡിക്രീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഗ്യാസ്. ഗ്യാസിലപ്പോൾ സോളിഡിൽ ലിക്വിഡിനും കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തോന്നുക? എനർജി എങ്ങനെയായിരിക്കും? വെരി ഫാർ അവേ ആണ് ദാൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. സോ എനർജി ഇൻക്രീസസ്. വെരി ഫാർ അവേ പോകുമ്പോൾ എനർജി ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. ദെൻ മൂവ്മെൻറ്റും വെരി ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് അല്ലേ? നല്ല ഡിസ്റ്റൻസ് ആണ് അവർ തമ്മിൽ ഉണ്ടാകുക. ഒരു പാർട്ടിക്കിൾ തമ്മിൽ നെക്സ്റ്റ് പാർട്ടിക്കിളിലേക്ക് എന്താ ചെയ്യുക? അട്രാക്ഷൻ ഒക്കെ എല്ലാം കുറവല്ലേ? അപ്പോൾ അവർക്ക് ഫ്രീഡായിട്ട് എവിടെ വേണമെങ്കിലും നീങ്ങിയിരിക്കാൻ പറ്റും. നമ്മൾക്കറിയാമല്ലേ, നമ്മളൊരു ബെഞ്ചിലിപ്പോൾ നല്ല ടൈറ്റിൽ ഒരു ബെഞ്ചിൽ നമ്മൾ 7 പേര് 8 പേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് സോളിഡിൽ നമ്മൾക്ക് ഫീൽ ചെയ്യുക. പിന്നെ അത് 4 ആകുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്. അതിൽ 1 2 പേരാകുമ്പോൾ എന്താവും? നല്ല ഫ്രീ ആയിരിക്കും, ഫ്രീ ഓഫ് മൂവ്മെൻറ്റ് അല്ലേ? അപ്പോൾ അട്രാക്ഷനും എന്തായിരിക്കും? കുറവല്ലേ ആകുക? ദൂരെ അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? അട്രാക്ഷൻ ഡിക്രീസസ്. അപ്പോൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. സോളിഡ് ലിക്വിഡ് ഗ്യാസിൽ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ്? ഫസ്റ്റ് എനർജി സോളിഡിൽ കുറവായിരിക്കും. ഡിസ്റ്റൻസ് ആൾസോ ഡിക്രീസസ്. മൂവ്മെൻറ്റ് ദർ ഇസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അട്രാക്ഷൻ ഇൻക്രീസസ്. ദെൻ ലിക്വിഡിൽ എനർജി കമ്പയർഡ് ടു സോളിഡ് little increases. Distance also increases. Movement little increases than solid. Attraction also decreases. കാരണം കുറച്ച് ദൂരമായതുകൊണ്ട്. ഇനി ഗ്യാസിൽ എങ്ങനെയാണ്? എനർജി ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ഇൻക്രീസസ്, മൂവ്മെൻറ്റ് ആൾസോ ഇൻക്രീസസ്, അട്രാക്ഷൻ ഡിക്രീസസ്. അട്രാക്ഷൻ അവിടെ ഡിക്രീസസ്, ബാക്കിയെല്ലാം നമ്മൾക്ക് ഇൻക്രീസ് ആയിരിക്കും. ഇതാണ് നമ്മളെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾക്ക്. ഇനി നമ്മൾ ഈ പാർട്ടിക്കിൾസിന് ഈ സ്റ്റേറ്റിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് വരില്ലേ, ഇവർ ചേഞ്ച് ചെയ്യുമ്പോൾ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, ദെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് അല്ലേ? ചേഞ്ച് ചെയ്യും, സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്യും. അതിന് മെയിൻ ഫാക്ടറായിട്ട് വേണ്ടത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് വരുന്നത് മെയിൻ ഫാക്ടർ കോസ് ചെയ്യണം, അവരെ സഹായിക്കണം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് സഹായിക്കണം ഹീറ്റാണ്. അതായത് ടെമ്പറേച്ചർ എന്നൊക്കെ പറയും, ഹീറ്റ്. അപ്പോൾ ഏത് എനർജിയാണ് നമ്മൾക്ക് റെസ്പോൺസിബിൾ ആകുക? ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആക്കണമെങ്കിൽ ഏത് എനർജിയാണ് നമുക്ക് റിക്വയർഡ് വേണ്ടത്? ഹീറ്റ് എനർജി അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ വെൽ നോൺ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ അല്ലേ? വാട്ടറിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഏതാണ്? ഐസ് അല്ലേ? വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഐസാണ്. സോളിഡിന് എഴുതാം. ഐസ് സോളിഡിന് നമ്മൾ ഹീറ്റ് ചെയ്യാം. ഈ ഫ്ലോ ചാർട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡാഷ് ഇട്ടിട്ടൊക്കെ ചോദിക്കും. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സോളിഡിനെ ഹീറ്റ് ചെയ്ത് എന്താവും? ലിക്വിഡായി മാറും. ദെൻ ലിക്വിഡ് അഗെയിൻ ചേഞ്ചസ് ഇൻ ടു ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസായി മാറും. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ സോളിഡ് പറഞ്ഞാൽ ഐസ് ഹീറ്റ് ചെയ്താൽ വാട്ടർ ആവും. വെൻ വാട്ടർ ഈസ് അഗെയിൻ ഹീറ്റഡ് ടു സ്റ്റീമായി മാറും അല്ലേ? നമുക്കറിയാം. ഇനി ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യാം? റിവേഴ്സ് പ്രോസസ് ആക്കാം, കൂൾഡ് ആക്കാം. അഗെയിൻ ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? അത് ലിക്വിഡായി ചേഞ്ചസ് ആവും. ദെൻ ലിക്വിഡ് അഗെയിൻ കൂൾഡ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ? ഗ്യാസ് നമ്മൾ ഐസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താവും? ലിക്വിഡായി ചേഞ്ച് ആവും. ലിക്വിഡ് വാട്ടറിനെ നമ്മളിപ്പോൾ എഗെയിൻ ഹീറ്റ് ചെയ്ത് സ്റ്റീം ആവും, ഗ്യാസായി മാറും. ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്താൽ നമുക്കറിയാം, നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ സ്റ്റീമിന് മേലെ വന്ന് സ്റ്റീം. കുറച്ച് നേരം കഴിഞ്ഞാൽ ആ സ്റ്റീം നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഫുൾ അത് വാട്ടറായിട്ട് ഇതാകില്ലേ? തണുക്കുമ്പോൾ അതന്നെയാണ് ഗ്യാസ് കൂൾഡ് ആകുമ്പോൾ നമുക്ക് എന്തായി മാറും? ലിക്വിഡായി മാറും, വാട്ടറായി. ദെൻ ലിക്വിഡ് അഗെയിൻ കൂൾഡ്. നമ്മൾ ഐസ് വെള്ളം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? അത് ഐസ്. ഒന്നും കൂടെ കൂളാക്കുമ്പോൾ എന്തായി മാറും? ഐസ്. ഇതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മെയിൻ ഫാക്ടർ, വിച്ച് ഫാക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺ സ്റ്റേറ്റ് ചേഞ്ചസ് ഇൻ ടു അനദർ സ്റ്റേറ്റ്? ഹീറ്റ് എനർജി അല്ലേ? ഏത് എനർജിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്? ഹീറ്റ് എനർജി. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഈസ് റിക്വയർഡ് ടു അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോസസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത്?
അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എനർജി ചേഞ്ചസ് ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ് ഡിസ്റ്റൻസ്, ഈ മൂവ്മെൻറ്റ്, നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് പഠിച്ചില്ലേ, മൂവ്മെൻറ്റ്, ഡിസ്റ്റൻസ്, അട്രാക്ഷൻ, അതുമാതിരി എനർജി. ഈ 4 ഫാക്ടേഴ്സ് വെച്ചിട്ടും സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, വാട്ട് ഹാപ്പൻസ് ടു ദ പാർട്ടിക്കിൾസ്, ആൻഡ് ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്, വാട്ട് ഹാപ്പൻസ് ടു ദ പാർട്ടിക്കിൾസ്. അങ്ങനെ ഒരു ബോക്സ് ഉണ്ട്, അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ്, ഈ നമ്മൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് വെച്ചിട്ട് കുറച്ച് ഫിനോമിനൽസ് പഠിക്കാനുണ്ട്, കുറച്ച് പ്രോസസ്സുകൾ. അതിന് ഫസ്റ്റ്, the process in which solid converts into liquid. This process is known as liquefaction. Solid convert to liquid. This process is known as liquefaction. Okay, the process in which solid converts into liquid. Heat കൊടുക്കുമ്പോഴാണ് നമുക്ക് അല്ലേ, ഹീറ്റ് ഈസ് solid liquid converts into liquid is known as liquefaction. The next process, liquid, the process in which heat energy apply ചെയ്യുമ്പോൾ നമുക്ക് liquid changes into again solid. That process is known as solidification. Then third, solid changes into liquid is known as liquefaction. Liquid changes into back to solid is known as solidification. The next process നമുക്ക് അറിയണതാണ് liquid heat energy, നമ്മൾ process in which liquid changes into gas അല്ലെങ്കിൽ steam, നമുക്ക് പഠിച്ചിട്ടുണ്ട് evaporation അല്ലെങ്കിൽ vaporization. Liquid changes to gas is known as vaporization. Then again reverse position, gas, the process in which gas changes into liquid is known as condensation. നമ്മൾ ചെറിയ ക്ലാസ്സിൽ vaporization condensation ഒക്കെ 5th പഠിച്ചിട്ടുണ്ട് നമ്മൾ. Condensation clear ആയില്ലേ? The process in which heat energy is applied, solid converts into liquid is known as liquefaction. The process in which liquid changes into solid by applying heat is known as solidification. Then another process, liquid changes to gas known as vaporization. Then gas changes to liquid by applying heat is known as applying heat വരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഡിക്രീസ് ആക്കണം അല്ലേ, തണുപ്പിക്കുമ്പോഴാണ് എന്ത് വരിക, കണ്ടൻസേഷൻ. എന്തായാലും അവിടെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്, ഹീറ്റ് എനർജി ഒന്നില്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് നമ്മൾ gas changes into solid. Gas changes into solid is known as solidification. രണ്ട് പ്രാവശ്യം നമ്മൾ പറയുന്നത് ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു സോളിഡും, ലിക്വിഡ് ചേഞ്ചസ് ടു സോളിഡും സോളിഡിഫിക്കേഷൻ ആണ്, ഗ്യാസ് ചേഞ്ചസ് ഇൻ ടു സോളിഡും സോളിഡിഫിക്കേഷൻ ആണ്. ദ പ്രോസസ് in which gas changes into solid is known as solidification. ഇമ്പോർട്ടൻ്റ് ഒരു ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്, സോളിഡ് ഡയറക്ട്ലി ചേഞ്ചസ് ഇൻ ടു gas. Solid directly changes into gas by applying heat is known as sublimation. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോസസ്സാണ് sublimation. The process in which the solid is directly changes into gas is known as sublimation. സബ്ലിമേഷൻ്റെ മെയിൻ എക്സാമ്പിൾസ് എപ്പോഴും എക്സാമിന് ചോദിക്കണതാണ്. ഏതാണ്? നാഫ്തലിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പാറ്റ ഗുളിക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിന് നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്യാസ് ആയിട്ട് മാറും. പിന്നെ ക്യാംഫർ, കർപ്പൂരം, മലയാളത്തിലൊക്കെയുള്ള കർപ്പൂരം എന്ന് പറയും, അതും അതേമാതിരി തന്നെ സബ്ലിമേഷൻ നടക്കുന്ന പ്രോസസ്സാണ്. പിന്നെ ഡ്രൈ ഐസ്, അയോഡിൻ പറഞ്ഞ കെമിക്കലായിട്ടുള്ള അയോഡിൻ, അതൊക്കെ നമ്മൾ എന്താണ്, സോളിഡ് ഡയറക്ട്ലി ചേഞ്ചസ് ഇൻ ടു ഗ്യാസ്. നമ്മൾക്ക് അറിയാം സോളിഡ് ലിക്വിഡായി ഹീറ്റ് കൊടുക്കുമ്പോൾ ലിക്വിഡ് ഗ്യാസ് ആണ്, അങ്ങനെയാണ് ശരിക്കും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. പക്ഷേ ഡയറക്ട്ലി ആയിട്ട് ചേഞ്ച് ചെയ്യണ ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക, സബ്ലിമേഷൻ. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. എക്സാമ്പിൾ എന്താണ്, നാഫ്തലിൻ, ഡ്രൈ ഐസ്, അയോഡിൻ. ഓക്കെ, അപ്പോൾ ലെറ്റ് us wind up the today's class. Okay, see you next class.